നമസ്കാരം. ഒരു വീഡിയോയിലേക്കാണ്. ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് ഉദ്ഘാടനം നടക്കുന്ന സാത്വിക എന്ന് പറയുന്ന സാരികൾക്ക് മാത്രമായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമാണ്. ഇതൊരു ചെറിയ കടയാണ്. ചെറുതിലല്ല, ഇതിലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സാരികൾ നിങ്ങളെ പരിചയപ്പെടുത്തും. അത് മിതമായ വിലക്ക് ഇവിടുന്ന് ലഭിക്കും. ആ രീതിയിലാണ് ഈ കട ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തിന് മലയാളികളുടെ ഇഷ്ട ഡ്രസ്സാണ് സാരീസ്. അതുപോലെ തന്നെ അത് അവരുടെ താല്പര്യത്തിനനുസരിച്ച് പുതിയ ട്രെൻഡുകൾ അടക്കമുള്ള സാരികൾ ഇവിടെ മിതമായ വിലക്ക് ലഭ്യമാക്കും. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളിലേക്കും ദൃശ്യങ്ങളിലേക്കും ഭദ്രദീപം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീമതി പ്രിയങ്ക ഗണേശൻ. മമ്മി 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 ചെറിയ ആശയത്തെ ഒരുപാട് ആളുകളുടെ ആവശ്യപ്രകാരമാണ് ഒരു ഔട്ട്ലെറ്റായി പിന്നീട് ആരംഭിക്കണം എന്നൊരു ആശയത്തിലേക്ക് ഇവർ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഓണത്തിന് മുന്നേ തന്നെ ആരംഭിക്കണമെന്നുള്ള ഒരു കാര്യം മുന്നോട്ടേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഇന്റീരിയർ വർക്കും ഈ മുറിയുടെ പണികളും പൂർത്തിയാക്കുക എന്നുള്ള ഒരു ചോദ്യമാണ് വന്നത്. പക്ഷേ ദിവസങ്ങൾക്കകം തന്നെ ഇൻസിയോ ബിൽഡേഴ്സ് അത് പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്. ഇൻസിയോ ബിൽഡേഴ്സിന് ഒരുപാട് നന്ദി. സാത്വിക പരിസരത്തിനെ പറ്റിയിട്ടാണ്.
എന്ന് പറയുന്ന സാരിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം ഇന്ന് തുറക്കുകയല്ലേ ഇത് ചെറിയ കടയാണെങ്കിലും ഈ രീതിയിലേക്ക് നിങ്ങൾ ചിന്തിപ്പിച്ചത് എൻ്റെ സാഹചര്യം എന്താണ്? ഞങ്ങൾ ആദ്യം തന്നെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആയിട്ട് തുടങ്ങിയൊരു സംഭവമാണ്. ചെറുതായിട്ട് ഓൺലൈനായിട്ട് തുടങ്ങി അത്ര ഒരു 6 സാരി മുതലേ പണ്ട് മുതലേ ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ അമ്മ പറയുന്നത് കേൾക്കാറുണ്ട്. സാരി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ആയ സാധനമാണ്. അത് ശരി, ഇപ്പം എന്ത് മാറ്റം സംഭവിച്ചാലും നമ്മളെ പെണ്ണുങ്ങൾക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് സാരിയോടുള്ള ആ ഒരു സ്നേഹവും അതുപോലെ ഏതൊരു ഒക്കേഷനിലും ആ സാരി എടുക്കാനുള്ള ആ ഒരു ഇതൊക്കെ എപ്പോഴും നിൽക്കും. അപ്പം പണ്ട് മുതലേ അമ്മ പറയുന്ന ഒരു ആഗ്രഹമാണ് ഒരു ചെറിയ സാരി ഷോപ്പ് എന്നുള്ളത്. നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയത് ഒരു ഓൺലൈൻ വഴി തുടങ്ങാന്നുള്ളൊരു രീതിയിലാണ് കൊണ്ടുവന്നത്. പക്ഷേ അത് നമ്മൾ കുറച്ച് നാൾ തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാർ കൂടുതൽ സാരികൾ എൻക്വയറി വരുന്നതും അതുപോലെ നമ്മുടെ നാട്ടുകാരുടെ സപ്പോർട്ട് മൂലം നമുക്ക് വീണ്ടും ഒരു ചെറിയ ഔട്ട്ലെറ്റ് ആയിട്ട് പയ്യന്നൂരിൽ തന്നെ സാരി മാത്രം കിട്ടുന്ന ഒരു സ്ഥാപനമായിട്ട് നമുക്ക് തുടങ്ങിക്കൂടെ എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇന്ന് സാത്വിക ബൈ സബിത എന്ന് പറഞ്ഞിട്ട്, ഗവൺമെൻറ് പേരിൽ തന്നെയാണ് സാത്വിക ബൈ സബിത എന്ന് പറഞ്ഞിട്ട് സാരികൾ മാത്രം എല്ലാ രീതിയിലും എല്ലാ റേഞ്ചിലുമുള്ള, അതായത് എല്ലാ ക്വാളിറ്റിയിലുള്ള കോട്ടൺ ആയാലും ജൂട്ട് ആയാലും അങ്ങനെ എല്ലാ മലയാളികൾക്ക് ഇഷ്ടമുള്ള എല്ലാ രീതിയിലുള്ള സാരികൾ, അതുപോലെ പ്രത്യേകിച്ച് ഓണമാണ് വരാൻ പോകുന്നത്. അപ്പം കേരള സാരീസ് പുതിയ കളക്ഷൻസ് തന്നെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഉണ്ടല്ലേ? ഇത് കട ചെറുതാണെങ്കിൽ നിങ്ങൾ കളക്ഷൻസ് നിങ്ങൾക്ക് കളക്ഷൻസ് നന്നായിട്ടുണ്ട്. ഒരു ആൾ വന്നാലൊരു ഇഷ്ടപ്പെടാതെ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് എന്താ പറയുക, എല്ലാ രീതിയിലും എല്ലാവർക്കും, എല്ലാ ചെറുപ്പക്കാർക്കും മുതൽ എല്ലാ രീതിയിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള, അതുപോലെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉണ്ട്. ചെറുത് മുതൽ സാരി തന്നെയാണ്. എല്ലാ പ്രൈസ് റേഞ്ചിലും എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൈപ്പ് സാരീസ് ഉണ്ട്. ഓൺലൈൻ വ്യാപാരത്തിലൂടെയാണ് ഇങ്ങനെ ഒരു ഷോപ്പിലേക്ക് എത്തിയത് അല്ലേ? അത് നാട്ടുകാർ എൻക്വയറീസ് ഉണ്ടായതുകൊണ്ട് വന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ച ആൾക്കാർക്ക് കുറച്ചും കൂടെ സാരി തൊട്ടിട്ടും അതുപോലെ നേരിട്ട് കാണുമ്പോൾ ഓൺലൈനിൽ കാണുന്നത് കൂടുതലൊരു ഇത് ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചത് എന്നാൽ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് ആയിട്ട് തുടങ്ങിയാലോ. അതുപോലെ ഇപ്പോൾ ഓൺലൈനിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥലങ്ങൾ ഓൾ ഇന്ത്യ എത്തിച്ചു കൊടുക്കുന്നതുമാണ്, ഷിപ്പിംഗ് ഉള്ളതാണ്. പിന്നെ ആൾക്കാർക്ക് വന്നും കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഔട്ട്ലെറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ വ്യാപാരം അതുപോലെ നടക്കും. അതോടൊപ്പം തന്നെ ഇതും അല്ലേ? ആയിക്കോട്ടെ. പുതിയ ട്രെൻഡുകളൊക്കെ പരിചയപ്പെടുത്തുക അല്ലേ? എല്ലാ ആശംസകളും. ശരി, താങ്ക് യു. ഓക്കെ.